ടെക് സ്റ്റോക്കുകൾ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡിസസിൽ നാസ്ഡാക്ക് 0.5% ഉയർന്നു. S&P 0.16% ഉയർന്നപ്പോൾ ഡോ ജോൺസ് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. യൂറോപ്യൻ മാർക്കറ്റിൽ ഡാക്സ്, CAC, FTSE പോലുള്ള എല്ലാ ഇൻഡിസസുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. FTSE 0.46% ഇടിഞ്ഞു, CAC 1.25%, ഡാക്സ് 0.63% ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ജപ്പാന്റെ ഇൻഡെക്സായ നിക്കി 225 1.25% ഉയരുകയും സ്ട്രേറ്റ് ടൈംസ് 0.16%, ഹോങ്കോങ് ഇൻഡെക്സ് 0.09%, തൈവാൻ ഇൻഡെക്സ് 0.48%, കൊറിയൻ ഇൻഡെക്സ് 0.63% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ 3 ദിവസമായി ഇന്ത്യൻ മാർക്കറ്റിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസ് അപ്സൈഡിലേക്ക് നീങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഇൻഡെക്സ് 0.62% ഉയർന്നു. എന്നാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം 3535 കോടിയുടെ സെല്ലിംഗ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 5103 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഫാർമ സെക്ടറിലെ സ്റ്റോക്കായ റെഡ്ഡീസ് ലബോറട്ടറി. റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനി സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് കമ്പനിയായ നോർത്ത് സ്റ്റാർ എന്ന കമ്പനിയെ 458 മില്യൺ പൗണ്ടിന് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റെഡ്ഡീസ് ലബോറട്ടറീസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ടെലികോം സെക്ടറിലെ സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസവും ഫോക്കസിലായിരുന്നു. ഇന്നത്തെ ദിവസവും ടെലികോം സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റ് ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം റിലയൻസ് ഇൻഡസ്ട്രീസ് 14.4 മെഗാഹെർട്സ് സ്പെക്ട്രം 974 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങിയിരുന്നു. മറ്റുള്ള സ്പെക്ട്രം അക്വിസിഷൻ നോക്കിയാൽ ഭാരതി എയർടെൽ 97 മെഗാഹെർട്സ് സ്പെക്ട്രവും 900 മെഗാഹെർട്സ് സ്പെക്ട്രവും 1800 മെഗാഹെർട്സ് 2100 മെഗാഹെർട്സ് ഫ്രീക്വൻസി ബാൻഡ് 6887 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. വോഡാഫോൺ ഐഡിയ 30 മെഗാഹെർട്സ് സ്പെക്ട്രം 3510 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. റിന്യൂവബിൾ എനർജി സെക്ടറിൽ നിന്നും ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് JSW എനർജി. JSW എനർജിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ JSW നിയോ എനർജി എന്ന കമ്പനിക്ക് 1325 മെഗാവാട്ട് ശേഷിയുള്ള ഒരു റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ JSW എനർജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ KEC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് കേബിൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് 1025 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ITD സെമൻറ്റേഷൻ എന്ന കമ്പനിക്ക് തേർഡ് ബെർത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി 1082 കോടി രൂപയുടെ ഒരു പുതിയ മറൈൻ കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. രാംകി ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് 107 കോടി രൂപയുടെ പ്രോജക്റ്റ് പവർ ഗ്രിഡ് എനർജി സർവീസിൽ നിന്നും ലഭിച്ചു. നവീൻ ഫ്ലൂറൈൻ എന്ന കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിരിക്കുകയാണ് ജൂൺ 29 തീയതി 750 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന്. PI ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും അക്വിസിഷൻ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. പ്ലാന്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി 32.8 മില്യൺ പൗണ്ട് നൽകി അക്വയർ ചെയ്യാനാണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. QIP വഴി സമാഹരിച്ച പൈസയായിരിക്കും ഇതിനുവേണ്ടി ഉപയോഗിക്കുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സോന BLW പ്രസിഷൻ ഫോർജിംഗ് എന്ന ഓട്ടോ കമ്പോണൻറ്റ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. മുമ്പ് സോന BLW പ്രസിഷൻ ഫോർജിങ്സ് നിർമ്മിക്കുന്ന 3 വീലർ ട്രാക്ഷൻ മോട്ടോറിന് PLI സ്കീമിൽ എൻട്രി ലഭിച്ചിരുന്നു. ഇപ്പോൾ സോന BLW പ്രസിഷൻ ഫോർജിംഗ് നിർമ്മിക്കുന്ന 2 വീലർ ട്രാക്ഷൻ മോട്ടോറിനും PLI സ്കീമിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സോന BLW പ്രസിഷൻ ഫോർജിംഗ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. SJVN എന്ന കമ്പനിക്ക് AM ഗ്രീൻ അമോണിയ ഇന്ത്യ എന്ന കമ്പനിയുമായി ചേർന്ന് ഗ്രീൻ അമോണിയ പ്ലാന്റ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു കോൺട്രാക്റ്റിലെത്താൻ സാധിച്ചിട്ടുണ്ട്. RVNL എന്ന കമ്പനിക്ക് സൗത്തേൺ റെയിൽവേയുടെ സൈഡിൽ നിന്നും 156 കോടി രൂപയുടെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ടൈഡ് വാട്ടർ ഓയിൽ എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ 38,000 ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി ജൂൺ 25 തീയതി അക്വയർ ചെയ്തു. സാലാസർ ടെക്നോ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ 21.4 ലക്ഷം ഷെയറുകൾ ഓഫ്ലോഡ് ചെയ്തു. അഫിൾ ഇന്ത്യയിലും വളരെ വലിയ ഷെയർ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അഫിൾ ഹോൾഡിംഗ് അഫിൾ ഇന്ത്യയുടെ 1.78% സ്റ്റോക്കുകൾ സെൽ ചെയ്തപ്പോൾ ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് അഫിൾ ഇന്ത്യയുടെ 0.5% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. കൂടാതെ ടിറ്റാഗാർ റെയിൽ സിസ്റ്റത്തിൻ്റെ പ്രൊമോട്ടർ 1.99% ഓഫ്ലോഡ് ചെയ്തപ്പോൾ ബ്ലാക്ക് റോക്ക് ഗ്ലോബൽ ഫണ്ട് ടിറ്റാഗാർ റെയിൽ സിസ്റ്റത്തിൻ്റെ 1.61% സ്റ്റേക്കുകളും BNB പരിബാസ് 0.38% സ്റ്റേക്കുകളും അക്വയർ ചെയ്തു. KNR കൺസ്ട്രക്ഷൻ്റെ പ്രൊമോട്ടറായ നരസിംഹ റെഡ്ഡി കമ്പനിയുടെ 4.35 ലക്ഷം ഷെയറുകൾ ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.